നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവദാസ് സാറ് വന്നിരുന്നു. സാറ് മാത്രമല്ല, മോളും ഉണ്ടായിരുന്നു. ടെക്സ്റ്റൈൽസിൽ പോയിരുന്നു ഞങ്ങള്. ഒപ്പം വിമലയും ഉണ്ടായിരുന്നു. പുതിയ ഡിസൈനിങ്ങിന് പറ്റിയ കുറച്ച് നല്ല മെറ്റീരിയൽസ് എടുക്കണമായിരുന്നു. അതിന് പോയതാ. അതുകൊണ്ടാ വൈകിയത്. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും എന്നെ കണ്ടു എന്ന് പറഞ്ഞു? പറയണ്ട, നേരിട്ട് കണ്ടു ഞാൻ. കണ്ട കാഴ്ചകളൊന്നും നല്ലതല്ലായിരുന്നു. നല്ലതല്ലാത്ത എന്താ സംഭവിച്ചേ? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അവിടെ വന്നേ? ഓ, ഞാൻ വന്നതായോ ഇപ്പൊ കുറ്റം? എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. വന്നതുകൊണ്ട് കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ. എന്താ എന്തു പറ്റി? എനിക്കറിയില്ല അച്ഛാ, ഇവൾ എന്തൊക്കെയാ പറയുന്നേന്ന്. എനിക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലായത് കൂടിയില്ല. ഞാൻ മനസ്സിലാക്കിച്ചു തരാം. അയാൾക്കൊപ്പം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു അമ്മ. സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയപ്പോ അമ്മയെ വാരി പിടിച്ചെടുക്കുമായിരുന്നു ആ ശിവദാസ്. നീരജേ, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത്. നീ എന്താ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നേ? അങ്ങനെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ആളാണ് ഞാനെന്നോ? എന്താ നന്ദിതേ, എന്ത് സംഭവിച്ചു ഈ പറയുന്നേ? എനിക്കറിയില്ല അച്ഛാ. ശിവദാസ് സാറ് മോളും കൂടി നമ്മുടെ ഗാർമെന്റ്സിൽ വന്നിരുന്നു. നമുക്ക് ഓർഡേഴ്സ് കിട്ടിയ ഡിസൈൻസിന് പറ്റിയ മെറ്റീരിയൽസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഞാനും വിമലയും പർച്ചേസിന് കൂടെ പോയി. ടെക്സ്റ്റൈൽസിൽ വെച്ച് ഇവള് ഞങ്ങളെ കണ്ടു എന്നാ പറയുന്നത്. അതിനിപ്പോ എന്താ? മുത്തശ്ശന് ഇതൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷെ എന്റെ അമ്മയാണെന്ന് 4 പേരുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാനാ. നാണക്കേട് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇതിലെന്താ നാണക്കേട്? അമ്മയെ പുറത്തു വെച്ച് കാണുമ്പോ നീ ഓടി അടുത്ത് ചെല്ലണമായിരുന്നു. അതല്ലേ ചെയ്യേണ്ടത്? അതെ, എന്നെ കാണുമ്പോ എന്റെ അടുത്തേക്ക് വരണ്ടേ നീ? അല്ലാതെ നീ ഒളിച്ചു നിന്ന് നോക്കണമായിരുന്നോ? എനിക്ക് അയാൾക്കൊപ്പം അമ്മയെ കാണുന്നത് ഇഷ്ടമല്ല. നേരിട്ട് കണ്ട മുഖത്ത് നോക്കി എന്റെ ഇഷ്ടക്കുറവ് ഞാൻ പറയും. ഒരു പബ്ലിക് പ്ലേസ് ആയി പോയി അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാ ഞാൻ അടുത്തേക്ക് വരാത്തത്. നീ എന്തിനാ അവിടെ പോയത്? അതെ. അല്ല, അമ്മയ്ക്ക് മാത്രം പോയാൽ മതിയോ ഷോപ്പിങ്ങിന്? എന്ത് ചെയ്യൂ അച്ഛൻ? ഞാൻ ഇവളിങ്ങനെ തുടങ്ങി എന്താ ചെയ്യാൻ പറ്റുക? ഓട്ടം മോളെ, ഇതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. നിന്റെ മനസ്സിന്റെ നേരെ അച്ഛനറിയാം. I'm sorry. Please. വിഷമിപ്പിച്ചല്ല ഞാൻ. സോറി. അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ശരണ്യ. ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. നിന്റെ സങ്കടം കാണാതിരിക്കാനാ ഞാൻ. മതി പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ആ പെണ്ണ് വന്ന് പറഞ്ഞപ്പോഴുണ്ടായ ഷോക്കില് അറിയാതെ കുറ്റപ്പെടുത്തി പോയതാ ഞാൻ. ക്ഷമ പറയേണ്ടത് ഞാന്. എന്നോട് ദേഷ്യം തോന്നില്ല നന്ദ? എനിക്ക് എന്നോട് തന്നെ ശരണ്യ ദേഷ്യം. സ്വിമ്മിംഗ് പൂളിൽ വന്ന് കടന്നു പിടിച്ചപ്പോ ഞാൻ പ്രതികരിക്കണമായിരുന്നു. തള്ളി മാറ്റണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ അത് ഷൂട്ട് ചെയ്താലും നമ്മളെ ബാധിക്കില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? ആ നിമിഷത്തില് പെട്ടെന്നങ്ങ് സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി. എന്റെ നന്ദനെ ഞാനല്ലേ അറിയേണ്ടത്. അറിയാതെ പോലും കുറ്റപ്പെടുത്താൻ പാടില്ല. സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവളായിരിക്കണം ഒരു ഭാര്യ. ഭർത്താവിന് സ്വസ്ഥത കൊടുക്കുന്നവളായിരിക്കണം. ഞാനങ്ങനെയാ. എനിക്കും അങ്ങനെ തന്നെയാ. നീ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രമാ ഞാൻ പറയാതിരുന്നത്. നീ എന്റെ ചങ്കല്ലേ ശരണ്യ? എന്നാ ഈ ചങ്കിലൊന്ന് കിടന്നോട്ടെ ഞാൻ. ഒന്ന് കരയാൻ വേണ്ടിയാ. കരയല്ലേ? നീയാണ് എന്റെ ജീവിതം. നീയില്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല.
നോക്കാലോ മോളെ, പഠിക്കുക. അച്ഛൻ എന്തിനാ പഠിക്കുന്നേ? കൊച്ചു പിള്ളേരല്ലേ പഠിക്കുന്നേ? എന്നാര് പറഞ്ഞു എൻ്റെ മോളോട്? അച്ഛനും പഠിക്കാൻ ഒരുപാടുണ്ട്. നമ്മളെ ഈ വയസ്സാകുന്നവരെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്താ അച്ഛൻ പഠിക്കുന്നറിയോ? എന്താ അച്ഛാ? ചായ. ഇതേ മോളുടെ അമ്മയാന്റിക്ക് വേണ്ടിയിട്ടുള്ള ഫയൽസാ. ഇതിനകത്ത് നിറച്ചും അമ്മയാന്റി ഡിസൈൻ ചെയ്ത ഉടുപ്പുകളുടെയും പട്ടുപാവാടകളുടെയും ചുരിദാറുകളുടെയും ഡിസൈൻസിന്റെ ഒക്കെ കളക്ഷൻസാ. എന്ന് വെച്ചാ വല്ലോ മനസ്സിലായോ? ആ, മനസ്സിലായി. എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഉടുപ്പില്ലേ, അതിലും ഇതേപോലെ അമ്മേന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? മിടുക്കി. അപ്പൊ എല്ലാം അറിയാലോ. അതുപോലെ വലിയൊരു കമ്പനിയില് അമ്മയാന്റിയുടെ ഡിസൈൻസ് എന്ന് വെച്ചാ അമ്മയാന്റി വരച്ചുണ്ടാക്കിയ നല്ല ഉടുപ്പുകളുടെയും പട്ടുപാവാടകളുടെയും ഫ്രോക്കിന്റെയും ഒക്കെ ഡിസൈൻസ് ആ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കമ്പനിയിലുള്ളവര് ഇപ്പൊ അമ്മയാന്റിയോട് ആ ഡിസൈൻസ് ഒക്കെ ചോദിച്ചിരിക്കുക. എന്ന് വെച്ചാ അതെല്ലാം കൊടുക്കാനോ? അല്ല മോളെ, ആ ഡിസൈൻസ് എല്ലാം അവർ വലിയ പൈസക്ക് മേടിക്കും. അപ്പോ അമ്മയാന്റി വേറെ ഡിസൈൻ ഉണ്ടാക്കും. അപ്പോ അവരത് മേടിക്കും. അമ്മേന്റിക്ക് ഒരുപാട് കാശ് കിട്ടോ? ഞാനും അത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണോ? അതെ കുറുപ്പമാ. നദിത എഫിഷ്യന്റാ. ഈ ഡിസൈനിങ്ങിലൊക്കെ അപാരമായ സെൻസ് ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത് മുംബൈയിലുള്ള വലിയൊരു കമ്പനിയാ. അവര് നമുക്കിഷ്ടപ്പെട്ട മെറ്റീരിയല് എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല മാവ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടുന്നതിലേക്ക്. നന്നായി കുഞ്ഞെ, നമ്മളായിട്ട് ചെയ്യുന്ന വലിയൊരു സഹായമായത്. ഒരു സഹായം ചെയ്യണമെന്നൊരു നിർബന്ധ ബുദ്ധി കൊണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല മാവ്. അത്തരം ഒരു സഹായം നന്ദിത ഇഷ്ടപ്പെടുത്തുമില്ല. ഞാൻ പറഞ്ഞല്ലേ, അസാധ്യമായ കഴിവുണ്ട് നന്ദിതയ്ക്ക്. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് എത്താൻ സഹായിക്കുന്നു. അതിന് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വരും. എനിക്ക് നല്ല പുതുമ തോന്നിയ ഡിസൈൻസാണ് നന്ദിത വരച്ചുണ്ടാക്കിയത്. ഒരാള് കഴിവുള്ള ആളാണെങ്കിൽ ആ ആളെ രക്ഷപ്പെടുത്താൻ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വരും. ഞാനൊരു നിമിത്തം മാത്രമാണ്. ഇതിന്റെ എഫേർട്ട് മൊത്തം നന്ദിതയുടെ. അമ്മേന്റിക്ക് ഒരുപാട് കാശ് കിട്ടട്ടെ, അതാ എനിക്കും ഇഷ്ടം. കിട്ടും. മോൾ അങ്ങനെ ആഗ്രഹിച്ചാല് ഉറപ്പായിട്ടും കിട്ടും. അച്ഛൻ്റെ ചെല്ലു. മോളെ, അമ്മ പറയുന്നതൊന്ന് കേൾക്കോ നീ? ഇക്കാലം വരെയും എനിക്ക് അത് തന്നെ ആയിരുന്നല്ലോ പണി. അമ്മ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. അങ്ങനെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയാൻ വന്നതല്ല. മനസ്സിലെ ഈ അനാവശ്യ ചിന്തകളൊന്നും ഒഴിവാക്കി വെക്കണമെന്ന് പറയാൻ വന്നതാ അമ്മ. എന്റെ ചിന്തകളൊന്നും അനാവശ്യങ്ങളല്ല, എല്ലാം കൃത്യമായ ധാരണകളോട് കൂടിയാ. ആയിക്കോട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ ചിന്തകളാണ് പ്രധാനം. അവരവരുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലുതും. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ മോളുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്.